Hi all, once again welcome back to our discussion about electric field in matter. In this particular video, I will be discussing about the definition of linear dielectric and derive an expression for the energy stored in a dielectric system as well as the force on a dielectric material. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡയലക്ട്രിക് മീഡിയത്തിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ്സ് ഉണ്ടാവും എന്ന് പഠിച്ചു. ഇനി ഇത്തരത്തിലുള്ള ഡയലക്ട്രിക് മെറ്റീരിയലിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ പോളറൈസേഷൻ എന്ന് പറയാം. ഓക്കെ, പോളറൈസേഷൻ എന്നുള്ള ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള പോളറൈസേഷൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിന് നമ്മൾ ലീനിയർ ഡയലക്ട്രിക് എന്ന് പറയുന്നു. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എപ്സിലോൺ 0 കൈ ഇ എന്ന് പറയാം. എപ്സിലോൺ 0 നിങ്ങൾക്കറിയാം അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ വാക്വം. അതുപോലെ തന്നെ കൈ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മീഡിയമാണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ലീനിയർ ഡയലക്ട്രിക്കിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതിൻ്റെ ജനറൽ ഡെഫിനിഷൻ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്. അപ്പം പി എന്നുള്ളത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ഇലക്ട്രിക് ഫീൽഡ്, ഈ എക്സ്പ്രഷൻ ആയതുകൊണ്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കോമൺ ഫാക്ടർ ആയിട്ടുള്ള എപ്സിലോൺ 0 കോമൺ ആയിട്ട് എടുത്ത് 1 പ്ലസ് കൈ ഇ എന്ന് എഴുതാം. ഈ എക്സ്പ്രഷനെ ഡയലക്ട്രിക്കിൻ്റെ കേസിൽ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ ഡയലക്ട്രിക് മീഡിയം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എപ്സിലോൺ ഇ എന്ന് പറഞ്ഞിട്ട് എഴുതാം, വേർ ഇ ഈസ് എപ്സിലോൺ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇ ആണ്. ഓക്കെ, അതിനെ നമുക്ക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, ഡയലക്ട്രിക് മീഡിയം എന്ന് പറയാം. ഇനി റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ ഇ. അതിന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഞാൻ എഴുതുന്നത് എപ്സിലോൺ ആർ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. എപ്സിലോൺ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ ഇ. ഓക്കെ, ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഓക്കെ, നമുക്ക് ചില മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട്. വാക്വം ആണെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 1 ആണ്. എയർ ആണെങ്കിലും അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എയറിൻ്റെ പെർമിറ്റിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്രൈ എയർ ആണെങ്കിൽ 1.0054 ആണ്. ഓക്കെ, അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് വാട്ടറിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട് 80.1 ആണ്. സോൾട്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസാണ്. ഓക്കെ, അറിയാവുന്ന മെറ്റീരിയൽസും അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻസും. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം, ഏത് ഓർഡറിലാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വരുന്നത് എന്നൊക്കെ നോക്കി വയ്ക്കാം. ഓക്കെ, നൗ ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയൽസിൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട്. അപ്പോൾ ലീനിയർ ഡയലക്ട്രിക് ഇപ്പോൾ എഫക്റ്റ് ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ട് ചാർജസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു ലീനിയർ ഡയലക്ട്രിക്കിൽ പോളറൈസേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ബൗണ്ട് ചാർജസ് റോ ബി അതുപോലെ സിഗ്മ ബി. ഓക്കെ, സർഫസ് ബൗണ്ട് ചാർജും വോളിയം ബൗണ്ട് ചാർജും ഇങ്ങനെയുള്ള ബൗണ്ട് ചാർജസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പോളറൈസേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ബൗണ്ട് ചാർജ്, വോളിയം ബൗണ്ട് ചാർജിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം -del.P ആണ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഡയലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം പി എന്ന് പറയുന്നത് എപ്സിലോൺ 0 കൈ ഇ ആണ്. അപ്പോൾ ഇനെ ഞാൻ ഡി ബൈ എപ്സിലോൺ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കോൺസ്റ്റൻസ് ഒക്കെ പുറത്തെടുക്കുക. കോൺസ്റ്റൻസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കൈ ഇ ആണ്. ഈ കൈയിനെ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് del.D എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് 1 പ്ലസ് കൈ ഇ. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എപ്സിലോൺ 0 കൈ ഇ ബൈ എപ്സിലോൺ ഇൻറ്റു del.D വിത്ത് എ മൈനസ് സൈൻ. ഓക്കെ, സോ del.D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റോ എഫ് ആണ്. ഓക്കെ, del.D എന്ന് പറഞ്ഞാൽ റോ എഫ് ആണ്. എപ്സിലോൺ ബൈ എപ്സിലോൺ 0 1 പ്ലസ് കൈ ആയതുകൊണ്ട് എപ്സിലോൺ 0 ബൈ എപ്സിലോൺ എന്നുള്ള 1 പ്ലസ് കൈ. ഓക്കെ, ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് വോളിയം ബൗണ്ട് ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു free volume bound charge. Okay.
അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സപ്പോസ് ഫ്രീ റോ എഫ് 0 ആണെന്ന് വയ്ക്കാം. റോ എഫ് 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് റോ ബീം 0 ആണ്. അപ്പോൾ ദാറ്റ് ഗീവ്സ് യു ടോട്ടൽ വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി 0 ആണെന്ന് വരും. റോ ഈക്വൽ ടു 0 എന്ന് വരും. അതിൻ്റെ മീനിങ് എന്തെങ്കിലും ഒരു ബൗണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ അത് സർഫസിൽ മാത്രമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ സിഗ്മ ബി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫ്രീ ചാർജസ് ഓക്കെ, ഫ്രീ വോളിയം ചാർജസ് ഇല്ല എങ്കിൽ റോ എഫ് 0 ആണെങ്കിൽ നമുക്ക് അവിടെ നിന്നും മനസ്സിലാവും റോ ബിയും 0 ആണ്. റോ ബിയും ഇത് രണ്ടുമാണ് ചാർജസിൻ്റെ പോസിബിലിറ്റീസ്. ഇത് രണ്ടും 0 ആയതുകൊണ്ട് ടോട്ടൽ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 വരും. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് പൊട്ടൻഷ്യൽ ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ ഒബേസ് ലാപ്ലസ് ഇക്വേഷൻ. ഓക്കെ, ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 പോയ്സൺസ് ഇക്വേഷൻ ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ റോ 0 ആയതുകൊണ്ട് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ വെച്ചിട്ട് ഉപയോഗിക്കാവുന്ന ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, ലാപ്ലസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ചെയ്യുന്ന മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതാണ്. ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഡയലക്ട്രിക് മെറ്റീരിയൽ, അതാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എപ്സിലോൺ എബവ് ഇൻറ്റു ഇ എബവ് പെർപെൻഡിക്കുലർ. അതായത് നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഡിയുടെ കേസാണ് ഇവിടെ പറയുന്നത്. ലീനിയർ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് ഡി എബവ് പെർപെൻഡിക്കുലർ ആണ്. അതിന് എപ്സിലോൺ എബവ് ഇൻറ്റു ഇ എബവ് പെർപെൻഡിക്കുലർ എന്നായിട്ട് എഴുതി. അതുപോലെ തന്നെ ഇത് ലോവർ റീജിയനിലുള്ള ഡി പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്. അപ്പോൾ നമുക്കതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ദിസ് ഈസ് ഈക്വൽ ടു റോ എഫ് ആണ്, സിഗ്മ എഫ് ആണ് സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി. അതുപോലെ തന്നെ ഇതിനെ പൊട്ടൻഷ്യലിൻ്റെ ടേംസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് ഡി വി ബൈ നോർമൽ ഡെറിവേറ്റീവിൻ്റെ ടേംസിൽ ഈ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് ആ ഒരു മൈനസ് സൈൻ ആണ് ഇവിടെ എഫക്റ്റീവായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യലിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് വി എബവ് മൈനസ് വി ബിലോ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ മേലെയും താഴെയുള്ള പൊട്ടൻഷ്യൽ സർഫസിന് ഒരു രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിൽ മേലെയുള്ള പൊട്ടൻഷ്യലും താഴെയുള്ള പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഈ തരത്തിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് അതുപോലെ തന്നെ ലാപ്ലസ് ഇക്വേഷൻ്റെ സോൾവ് ചെയ്യാനുള്ള അതേ മെത്തേഡ്സും ഉപയോഗിച്ചിട്ട് ലീനിയർ ഡയലക്ട്രിക്കിൻ്റെ കേസിലുള്ള ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ എനർജി ഇൻ ഡയലക്ട്രിക് സിസ്റ്റം. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ എ ഡയലക്ട്രിക് സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡയലക്ട്രിക് സിസ്റ്റത്തിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ എടുക്കുക. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഒരു കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്ററിന് 2 പ്ലേറ്റ്സ് ഉണ്ട്. സപ്പോസ് ഈ പ്ലേറ്റ്സിന് രണ്ട് പ്ലേറ്റ്സ് ഉള്ളത്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പോസിറ്റീവ് പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, അതുപോലെ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ മൈനസ് സിഗ്മ ആയിട്ട് എടുത്തു. ഇത്തരത്തിലുള്ളൊരു കോൺഫിഗറേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി വർക്ക് ഡൺ എന്ന് പറയുന്നത് ½ CV² ആണ്. ഇറ്റ്സ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് എമൗണ്ട് ചാർജസ് ആഡ് ചെയ്യണം നിൽക്കുക. ചാർജസ് ആഡ് ചെയ്യുന്നത് വളരെ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇൻ യൂണിറ്റ്സ് ഓഫ് ഡെൽറ്റ റോ എഫ്. അതായത് ആഡ് ചെയ്യുന്നത് ഫ്രീ ചാർജ് ആയതുകൊണ്ട് അതിനെ റോ എഫ് എന്ന് എഴുതി. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിലേക്കാണ് നമ്മൾ ചാർജ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാർജ് ആഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡണിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ആ ചേഞ്ചാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്കറിയാം. വർക്ക് ഡൺ ചാർജ് ഇൻ ക്യൂ ഇൻറ്റു ചാർജ് ഇൻറ്റു ടൈംസ് ദ പൊട്ടൻഷ്യലാണ്. ഓക്കെ, നമ്മൾ ഏത് പൊട്ടൻഷ്യലിന് എഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത് അതിൽ, അതായത് ഒരു യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ ക്യൂ ചാർജ് വി പൊട്ടൻഷ്യലിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് W = QV ആണ്.
ഓക്കെ. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിന് ഇടയ്ക്ക് ഉള്ള പൊട്ടൻഷ്യൽ വി ആയിട്ട് എടുക്കുക. ഇതിൽ ഈ കപ്പാസിറ്ററിനകത്ത് ഒരു ഡൈലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണെന്നും അസ്യൂം ചെയ്യാം. ഓക്കെ. നൗ വി ആർ ആഡിങ് ദ ചാർജ്. അപ്പോൾ ആ ചാർജ് ആഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡണിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ റോ എഫ് ഡി ടൗ. ഓക്കെ. അതായത് റോ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജിൻ്റെ ഫ്രീ വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ അതിൽ സ്മോൾ എമൗണ്ട് ആഡ് ചെയ്യുന്നു. ത്രൂ ഔട്ട് ദ വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടും. ഓക്കെ. നമ്മൾ ആഡ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് ഡെൽറ്റ ക്യൂ കിട്ടും. ഓക്കെ. അത് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് നമ്മൾ, അതായത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. അപ്പോൾ നമുക്ക് വർക്ക് ഡണിലുള്ള ചേഞ്ച് നമുക്ക് ഇതുപോലെ എഴുതാം. ഓക്കെ. നൗ റോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ഡോട്ട് ഡി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആണ്. അപ്പോൾ ഇതിൽ ചെറിയ ഒരു ഡിഫറൻസ് എടുക്കാമെന്നൊക്കെ. ഓക്കെ. കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഓക്കെ. അപ്പോൾ ഡെൽറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡെൽ ഡോട്ട് ഡെൽറ്റ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിലുള്ള ചെറിയ ചേഞ്ച് ആണ് റോ എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എഫ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽറ്റ ഡി ഈക്വൽ ടു ഡെൽറ്റ റോ എഫ് ആണ്. ഓക്കെ. നൗ ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ റോ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽ ഡോട്ട് ഡെൽറ്റ ഡി വി ഡി ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈവർജൻസ് ഓഫ് ഡെൽ ഡി ഇൻറ്റു വി. ഓക്കെ. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് റൂളായിട്ട് എടുക്കണം. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഇതൊരു സ്കെയിലർ ഫംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഈ വെക്റ്റർ, ഓക്കെ, ഡെൽറ്റ ഡി ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ ദ സ്കെയിലർ ഫംഗ്ഷൻ വി പ്ലസ് ഈ ഡെൽറ്റ ഡി പുറത്തെടുക്കുക. പ്രൊഡക്റ്റ് റൂൾ വരെ പോലെയാണ് വരുന്നത്. ഓക്കെ. ഡോട്ട് ഈ സ്കെയിലർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ്. ഓക്കെ. ഇനി നമുക്കറിയാം ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മൈനസ് ഇ ആണ്. ഓക്കെ. മൈനസ് ഇ, അതായത് ഇ ഈക്വൽ ടു മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് എഴുതിയത്. ഓക്കെ. അത് നേരെ തിരിച്ച് എഴുതും. ഓക്കെ. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കുള്ള ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ഈ ടേമാണ്. അപ്പോൾ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ. എന്നിട്ട് ആ ഇൻ്റഗ്രലിൽ നിന്ന് മാറ്റി എഴുതി. അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽറ്റ ഡി വി പ്ലസ് ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽറ്റ ഡി ഡോട്ട് ഇ ഡി ടോ എന്ന് പറയും. ഓക്കെ. നൗ ഇവിടെ നമ്മൾ ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുക. ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡൈവർജൻസ് അങ്ങ് പോയിട്ട് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലായിട്ട് മാറും. ഡെൽറ്റ ഡി ഈ വി ഈ ടേം വരും. ഡോട്ട് ഡി എ വെക്റ്റർ എന്ന് വരും. ഓക്കെ. പ്ലസ് ഈ ടേമിന് അതുപോലെ എഴുതി. നൗ വി ഹാവ് എ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിന് ഒരു വോളിയം ഇൻ്റഗ്രലും ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ അഗെയിൻ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ഓൾ ദ സ്പേസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സർഫസ് ഏരിയ ഹോൾസ് സ്പേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സർഫസ് ഇൻ്റഗ്രൽ വാനിഷ് ചെയ്യും. കാരണം ഇവിടെ ഡി എ ഇൻക്രീസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. വി എന്ന് പറഞ്ഞാൽ 1/r ആണ്. ഡി എന്ന് പറഞ്ഞാൽ 1/r സ്ക്വയർ ടേമിലാണ്. അപ്പോൾ എഫക്റ്റീവ്ലി ആർ സ്ക്വയർ ബൈ ആർ ക്യൂബ് ടേംസിലാണ് ഈ ഇൻ്റഗ്രൽ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആർ സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ 1/r. അപ്പോൾ നമ്മൾ ലാർജർ ആൻഡ് ലാർജർ സർഫസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരും. എൻ്റയർ കോൺട്രിബ്യൂഷൻ വിൽ ബി ഫ്രം ദ വോളിയം ഇൻ്റഗ്രൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ലിമിറ്റിൽ ഓവർ ഓൾ ദ സ്പേസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്കൻഡ് ടേം മാത്രമേ, വോളിയം ഇൻ്റഗ്രൽ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഡെൽറ്റ ഡോട്ട് ഇ ഡി ടോ എന്ന് പറഞ്ഞിട്ട് നമുക്കത് എഴുതാം. ഓക്കെ. നൗ ഇതിനൊരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ എഴുതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്തു. 1/2 ഡെൽറ്റ ഓഫ് ഡി ഡോട്ട് ഇ. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ ഇ ആണ്, ലീനിയർ ഡൈലക്ട്രിക് ആണെങ്കിൽ. ഡോട്ട് ഇ ഡോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സ്ക്വയർ ആണ്, സ്കെയിലാർ ഇ സ്ക്വയർ ആണ്. സോറി, ഇത് എപ്സിലോൺ ആണ്. ഓക്കെ. നൗ ഇതിൻ്റെ ഡെൽറ്റ എടുക്കണം. ഡെൽറ്റ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ
ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, 1/2 ഇതിൻ്റെ ഡെൽറ്റ എടുക്കുമ്പോൾ 2 എപ്സിലോൺ ഇ ഡെൽറ്റ ഇ, അതായത് ശരിക്കും ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2e എന്ന് വരും. ഡി എന്ന് കഴിഞ്ഞാൽ പകരം ഡെൽറ്റ ഇ എന്ന് വരും. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ഡെൽറ്റ ഇ ആദ്യം എഴുതി, ഡോട്ട് ഇ എഴുതി. ഓക്കെ, ഹാഫ് കട്ട് ചെയ്ത് പോയി. അപ്പോൾ എപ്സിലോൺ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഡി ആണ്, ഡോട്ട് ഇ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ ഡി ഡോട്ട് ഇ എന്നുള്ളതിന് പകരം ഹാഫ് ഡി ഡോട്ട് ഇ എന്ന് കൊടുത്ത് എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഇപ്പോൾ രണ്ട് സൈഡിലും ഡെൽറ്റ ഒഴിവാക്കുകയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എനർജി സ്റ്റോർഡ് വർക്ക് ഡൺ ഓർ എനർജി സ്റ്റോർഡ് ഇൻ ദ ഡയലക്ട്രിക് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ ഓൾ സ്പേസ് ഡി ഡോട്ട് ഇ ഡി ടോ എന്ന് പറഞ്ഞുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് എനർജി, ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദ എനർജി ഇൻ എ ഡയലക്ട്രിക് സിസ്റ്റം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡയലക്ട്രിക് മെറ്റീരിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് കോൺഫിഗറേഷൻ എടുക്കുന്നു. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് ഡബ്ല്യു ആണ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഡി ആണ്. അതിനകത്ത് ഒരു ഡയലക്ട്രിക് സ്ലാബ് ഉണ്ടായിരുന്നു വിത്ത് പെർമിറ്റിവിറ്റി എപ്സിലോൺ. ഓക്കെ, നൗ ദ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി സപ്പോസ് വി ആർ പുള്ളിങ് ഔട്ട് ദി സ്ലാബ് ബൈ എ ഡിസ്റ്റൻസ് എക്സ്. ഈ സ്ലാബിനെ നമുക്ക് പുറത്തോട്ട് വലിക്കാൻ നിൽക്കുക വിത്ത് സം മെക്കാനിക്കൽ ഫോഴ്സ്. ഞാനാണ് പുറത്തോട്ട് വലിക്കുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് എഴുതി. ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എഫ് മെക്കാനിക്കൽ. ഓക്കെ, മെക്കാനിക്കൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ വർക്ക് ഡൺ. ഓക്കെ, ഈ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോഴ്സ് ഓൺ ദ ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, -F ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഡയലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, സോ എഫ് എന്ന് പറയുന്നത് -dw/dx എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ആ വർക്ക് ഡണ്ണിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് dx ആണ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡയലക്ട്രിക് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം വർക്ക് ഡൺ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ½ CV² ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് ദ കോൺഫിഗറേഷൻ എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു ടാസ്ക്. ഇനി ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് ഉണ്ട്. ഇവിടെ ഒരു ഫ്രിഞ്ചിങ് ഫീൽഡ് എന്നുള്ള ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾക്ക് കപ്പാസിറ്ററിന് ഇടയ്ക്കുള്ള അതിൻ്റെ സെൻറ്ററിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഫീൽഡായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ എയർ കപ്പാസിറ്റർ ആണെങ്കിൽ ഇതിനകത്തുള്ള ഫീൽഡ്, രണ്ട് കപ്പാസിറ്ററിനകത്തുള്ള ഫീൽഡ് എന്ന് പറയുന്നത് σ/ε എന്ന് പറയുന്നത്. സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പക്ഷേ ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഷീറ്റ് ആകുമ്പോഴാണ് ഈ ഒരു വാല്യൂ വരുന്നത്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പക്ഷേ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എഡ്ജിലുള്ള ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കില്ല. അവിടെ ഒരു നോൺ യൂണിഫോം ഫീൽഡാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെയുള്ള ഫീൽഡിനെ ഫ്രിഞ്ചിങ് ഫീൽഡ് എന്ന് പറയും നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ E.dl എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല ഈ ഫ്രിഞ്ചിങ് ഫീൽഡിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള, അതായത് എഡ്ജ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഫീൽഡാണ് ഫ്രിഞ്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫ്രിഞ്ചിങ് ഫീൽഡ് കാരണമാണ് നമ്മൾ ഇവിടെ വലിക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നതും. ഇവിടെ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനാണ്. അതായത് ഇതിൻ്റെ മീനിങ് ഈ ഡയലക്ട്രിക് സ്ലാബ് ഉള്ളിലോട്ട് ആണ് കയറിപ്പോകുന്നത്, അല്ലെങ്കിൽ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡയലക്ട്രിക് ഈസ് ഇൻ ദ നെഗറ്റീവ് X ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അട്രാക്റ്റിംഗ് ദ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻ ടു ദ കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഫ്രിഞ്ചിങ് ഫീൽഡാണ്. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു അവർ ഡിസ്കഷൻ, ദ വർക്ക് ഡൺ നമ്മൾ ½ CV² എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ ε0 A/d എന്ന് പറഞ്ഞിട്ട് എഴുതും, അല്ലേ? പക്ഷേ ഇവിടെ ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ X ഡിസ്റ്റൻസിൽ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ കുറഞ്ഞ ഭാഗത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ഒന്ന് ഇത്രയും റീജിയനിൽ X ഡിസ്റ്റൻസിൽ ഇത് എയർ കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡയലക്ട്രിക് ഇല്ല. അതുകൊണ്ട് ε0 × A, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഇൻറ്റു
ഈ ലെങ്ത്താണ്. ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഡബ്ല്യു എക്സ് ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ ലെങ്ത്ത് എൽ ആണെങ്കിൽ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കപ്പാസിറ്റൻസ് പറഞ്ഞാൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ, കാരണം ഇവിടെ ഡയലക്ട്രിക് ഉള്ളതുകൊണ്ട് എപ്സിലോൺ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻറ്റു ഡബ്ല്യു, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു ഈ ലെങ്ത്ത് എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഡി ആണ്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്സിലോൺ 0 ഡബ്ല്യു ബൈ ഡി കോമൺ ആയിട്ട് എഴുതി, എക്സ് പ്ലസ് എപ്സിലോൺ ആർ എൽ മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കൈ ആണ്. സസെപ്റ്റിബിലിറ്റിയുടെ ടേംസിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നൗ വി ഹാവ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് കൈ ഇൻറ്റു എൽ ചെയ്ത് കഴിഞ്ഞാൽ കൈ ഇ എൽ, അതുപോലെ തന്നെ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു എൽ മൈനസ് എക്സ്, അപ്പോൾ എൽ മൈനസ് എക്സ് വന്നു, കൈ ഇൻറ്റു എൽ വന്നു, മൈനസ് കൈ എക്സ് വന്നു. ഓക്കെ, ഇനി ഈ മൈനസ് എക്സും ഇതും ക്യാൻസൽ ചെയ്ത് പോയി, എൽ മൈനസ് സൈ എക്സ് എഴുതി, സൈ എൽ എഴുതി. അപ്പോൾ ഇവിടെ ഇതിന്ന് രണ്ടെന്നും നമുക്ക് എൽ കോമൺ ആയിട്ട് 1 പ്ലസ് കൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 1 പ്ലസ് കൈ ഈസ് എപ്സിലോൺ ആർ ഇൻറ്റു എൽ എന്ന് എഴുതാം. ഈ ടേമിന് അതുപോലെ തന്നെ നിലനിർത്തി. അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോൺഫിഗറേഷൻ. ഓക്കെ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നോ, നമ്മൾ കപ്പാസിറ്ററിലുള്ള ചാർജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാന്നൊക്കെയാണ്. ഓക്കെ, രണ്ട് കപ്പാസിറ്ററിലുള്ള ചാർജ് രണ്ട് പ്ലേറ്റ്സിലുള്ള ചാർജ് കോൺസ്റ്റൻ്റ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് Q²/2C എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അത് എഴുതാൻ കാരണം Q = CV എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുക, എന്നിട്ട് W = ½ CV² എന്നുള്ള എക്സ്പ്രഷൻ മാറ്റി എഴുതാം. ഇവിടെ മാറ്റേണ്ടത് ഈ വിക്കുള്ള എക്സ്പ്രഷൻ Q/C എന്ന് കൊടുക്കാം. അപ്പോൾ Q²/2C എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ കിട്ടും. ഇനി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് dW/dx ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഡബ്ല്യുവിന് ഈ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ Q²/2C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, സോ ദിസ് ബിക്കംസ് ഈ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് മൈനസ് d/dx ഓഫ് Q²/2C എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ Q² കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്, 2 കോമൺ ആണ്, d/dx ഓഫ് 1/c എന്ന് വരും വിത്ത് എ മൈനസ് സൈൻ ഔട്ട് സൈഡ്. 1/c ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് Q²/2, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു മൈനസ് 1/c² എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ. മൈനസ് ഇത് പ്ലസ് ആയി Q²/2C² dc/dx എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു dc/dx കൂടി ഉണ്ട്. ഓക്കെ, നൗ dc/dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് ഇത്രയാണ് നമുക്കറിയാം. അപ്പോൾ dc/dx എന്ത് വരും, ഇവിടെ നിന്ന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഇത് കട്ട് ചെയ്ത് പോയി, എപ്സിലോൺ 0 ω/d ഇത്രയുണ്ട്, ഇൻറ്റു ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് കൈ എന്ന് വരും. അപ്പോൾ ഇത് മൈനസ് കൈ. ഓക്കെ, നൗ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ dc/dx ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ Q = CV എന്ന് കൊടുക്കുക. C² V² എന്ന് വരും. അപ്പോൾ C² ക്യാൻസൽ ചെയ്ത് പോയി, ½ V² dc/dx എന്ന് വരും. ഇനി അവിടേക്ക് dc/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ ദ ഡയലക്ട്രിക് എന്ന് പറയുന്നത് F = മൈനസ് എപ്സിലോൺ 0 ω/V²/2d എന്ന് പറഞ്ഞിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്, അതായത് ഡയലക്ട്രിക് ഈസ് പുൾഡ് ഇൻ ടു ദ കപ്പാസിറ്റർ. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ എ ഡയലക്ട്രിക് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ ഓർ ഡയലക്ട്രിക് പ്ലേസ്ഡ് നിയർ ദ കപ്പാസിറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് വെക്കുകയാണെങ്കിൽ പോലും ഫ്രിഞ്ചിങ് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിട്ട് ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ കപ്പാസിറ്ററിനകത്തോട്ട് കയറി പോകുന്നു എന്നുള്ളതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, hope you understood the video. Thank you.